നമസ്കാരം. ഇന്ന് നാം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയുന്നില്ല. ഇതിന് മാനദണ്ഡങ്ങളൊന്നും വെക്കുവാനും സാധിക്കുന്നില്ല. കുറച്ചു പേർ അത് മനസ്സിലാക്കും, ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കും. കുറച്ചു പേർ അതാണ് ശരി എന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. കുറച്ചു പേർ ന്യൂട്രൽ ആയിരിക്കും, എന്നാലും ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം ശാസ്ത്രം പഠിച്ചവനും പഠിക്കാത്തവനും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരത്തിലുള്ള ഫാൾസ് ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈയിടയ്ക്ക് കണ്ടു, പുതിയ വാക്കുകളാണ്, പുതിയ വിഷയങ്ങളെ കൊണ്ട് മനുഷ്യനിലേക്ക് എത്തിക്കുകയാണ്. സമസപ്തക രാജയോഗം, ത്രികോണ കോട്ടീശ്വര യോഗം, ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം വൻ ധനലാഭം, ഇല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും, 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗ്രഹ പ്രതിഭാസം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഈ നക്ഷത്രക്കാർ ഇങ്ങനെ ആയിരിക്കുമെന്നുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്ത് ഒരു 15 മിനിറ്റ് അവരെ കൊണ്ട് ആവശ്യമില്ലാത്തതെല്ലാം കേൾപ്പിച്ച് ഇത് തന്നെയാണ് ജ്യോതിഷം എന്ന നിലയ്ക്ക് സാധാരണക്കാരിലേക്ക് അനാവശ്യമായ ഒരു ഇൻഫർമേഷനൊക്കെ കൊണ്ട് മനസ്സ് നിറപ്പിച്ച് വളരെയേറെ വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ്. ഇതിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാ പ്രൊഫഷനിലും നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. നമുക്കറിയില്ല അവരെ തിരഞ്ഞെടുക്കുവാനായിട്ട്. എന്നിരുന്നാലും വളരെ വിഷമം തോന്നുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഒരു മനുഷ്യൻ ആങ്സൈറ്റിയാണ്, ഭയമാണ്, നാളത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. യുവർ ഫിയർ ഈസ് മൈ മണി, യുവർ ആങ്സൈറ്റി ഈസ് മൈ മണി എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ആകാംക്ഷ അല്ലെങ്കിൽ ഭയമാണ് എൻ്റെ ധനം, അതിനെ ഞാൻ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ള തലത്തിലേക്ക് ഇന്ന് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നാളെ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പുതിയ വാക്ക് വരികയാണ്, ത്രികോണ കോട്ടീശ്വര യോഗം. ഇതെന്താണിപ്പം അറിയില്ല. സാധാരണക്കാരൻ എന്തായാലും അത് കയറി നോക്കും, അവൻ്റെ 15 മിനിറ്റ് വേസ്റ്റ് ആവും. അതിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു തരത്തിലും അത് ശാസ്ത്രവത്തായിരിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു സാധനമില്ല. ആൾക്കാർ ധരിക്കുകയാണ് 7 ഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വരികയാണ്, ഇന്ന ഫലങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു 30 കൊല്ലം മുമ്പ് നാം ഏവരും കേട്ടിട്ട് കൂടി കാണില്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ വക കാര്യങ്ങളിലേക്കാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതെല്ലാം തന്നെ നാം അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഇന്ന് പലരിലേക്കും വേദനാജനകമായ ഇൻഫർമേഷനെ എത്തിച്ച് അവരെ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കുറേയേറെ കാര്യങ്ങൾ നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റം, ഇല്ലെങ്കിൽ അവർ കുതിച്ചുയരും എന്ന് പറഞ്ഞ് അങ്ങനെ ഇല്ല എന്നുള്ളതല്ല, അതെന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ നാം മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം ജ്യോതിഷമായിക്കോട്ടെ, തന്ത്രമായിക്കോട്ടെ, മന്ത്രമായിക്കോട്ടെ, വൈദികമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, കർമ്മം കർമ്മഫലം അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരവി. അപ്പോൾ കർമ്മം ചെയ്താൽ കർമ്മത്തിൻ്റെ ഫലം. ഇവിടെ കർമ്മം എന്ന് ഉദ്ദേശിച്ചത് പണ്ടെങ്ങാണ്ടോ ചെയ്ത കർമ്മം മാത്രമല്ല, ഇന്ന് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഉദ്ദേശിച്ചത്. പ്രവൃത്തി ഫലം. ആക്ഷൻ ഇല്ലാതെ റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു വസ്തുത ഏവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഏവർക്കും അറിയാം. എന്നിരുന്നാലും ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഞാൻ ഇനി രക്ഷപ്പെടുമോ, എൻ്റെ കടൻ അടയ്ക്കാൻ പറ്റുമോ, എനിക്ക് ഇത്രയും കടമുണ്ട്, അത് അടയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ള കുറേയേറെ ചിന്തകൾ, ഭയം ഇതിലേക്കായിക്കൊണ്ടുള്ളതിനാൽ അതിനെ നാം ക്യാപിറ്റലൈസ് ചെയ്യുവാനായിട്ട് ഒരുപാട് ദുഷ്ടശക്തികളുണ്ട് എന്നുള്ളത് ഇതിനാൽ മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഏവരും ഒരു അഭ്യർത്ഥനയാണ്, 1 രൂപ ചെലവില്ലാത്ത ഒരു കാര്യമാണ്. നിത്യം ഒരു 20 മിനിറ്റ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തീർച്ചയായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. 1 രൂപ ചെലവില്ല. ഇനി ആരെയും കുറ്റവും പറയണ്ട. ഇനി കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ജപിക്കുകയും വേണ്ട, പ്രശ്നം തീർന്നു എന്നുള്ള വസ്തുത ഏവരും മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.